പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ.എസ്. ഹംസ നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാവും. എങ്ങനെയാണ് മണ്ഡലത്തിലൊരു സാഹചര്യം? ഞങ്ങൾ 7 അസംബ്ലി സെഗ്മെൻറ്റിൽ 5ഉം പൂർത്തിയായി കഴിഞ്ഞു. ഒരു റൗണ്ട് 6ാമത്തേലേക്ക് കിടക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യ റൗണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് മണ്ഡലത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നല്ല ഉത്സാഹമുണ്ട് മണ്ഡലം. തടയിൽ നല്ല ഇളക്കം ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കയറിയിട്ടില്ല. പക്ഷേ പൊന്നാനി അഡ്വാൻസ് ചെയ്ത് വന്നു. അതും ഇടതുപക്ഷ ക്യാമ്പുകൾ വളരെ പെട്ടെന്ന് ഉണർന്നു കഴിഞ്ഞു. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. 19 കൊല്ലമായിട്ട് അവർക്ക് അവിടെ ചിഹ്നം ഒന്ന് വോട്ട് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം പാർലമെൻറ്റിലേക്ക് എന്നതും കാരണം ഉണ്ടായേക്കാം വിചാരിക്കുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് മനസ്സിലായിടത്തോളം ധാരാളം ആളുകൾ എന്നോട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത് അവർക്കൊരു അവൈലബിൾ MP വേണം. ഞങ്ങൾക്ക് കുറേ കാലങ്ങളായിട്ട് MP കിട്ടാറില്ല. വോട്ട് ചെയ്യാൻ MP ഉണ്ടാകും, അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടാറില്ലെന്നാണ്. ഞാനിതിന് മുമ്പ് പോയ ആളുകളെ കുറ്റം പറയുകയാണെന്ന് വേണ്ട, എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്കാണത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു അവൈലബിൾ MP വേണം. അതാണ് റെസ്പോൺസിബിൾ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം അവർ ഉദ്ദേശിക്കുന്നു, അങ്ങനത്തെ ഒരു MP അവർ ആഗ്രഹിക്കുന്നു. അത് അവരെങ്ങനെയോ എന്നിൽ കാണുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷമമുള്ളത്, എൻ്റെ ഒരു ബാധ്യതയായി ഞാൻ കാണുന്നത്. അത് ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കുമ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണ് പൊന്നാനി മണ്ഡലം രാഷ്ട്രീയമായിട്ട് ഉയർത്തുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? പൊന്നാനി മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചിത്രമാണ് പൊന്നാനി. ഏത് കാലഘട്ടത്തിലും അത് ഉണ്ടാവാറുണ്ട്. ഇവിടെ ഇന്ത്യയിൽ സംഘപരിവാർ ശക്തികൾ അവർക്കറിയാലോ, എല്ലാവർക്കും അവരെ കരാളഹസ്തം വളരെയധികം നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. കാരണം ഒന്ന്, മോഡി സർക്കാരിനെ താഴോട്ടിറക്കിയാൽ പിന്നെ ആര് എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ടായിരുന്നു. മുമ്പത്തെ രാഷ്ട്രീയത്തിലൊക്കെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ ആ ചോദ്യമാണ് പ്രസക്തമായിരുന്നത്. അതുകൊണ്ടാണ് പാർലമെൻറ്റിലേക്ക് കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് കുറച്ച് മെജോറിറ്റി കിട്ടാറുണ്ട്. കാരണം മോഡി ഇറക്കിയാൽ പിന്നെ കോൺഗ്രസ് എന്നാണ്. ഇപ്പോൾ ചിത്രം മാറി. മോഡിയെ ഇറക്കിയാൽ പകരം ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിലേക്ക് വരുന്നത്. ഇന്ത്യ മുന്നണിയിൽ ഒരുപാട് പ്രാദേശിക കക്ഷികളുണ്ട്, കുറേ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുണ്ട്, LDF ഉണ്ട്. മാത്രമല്ല, ആ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ ശക്തി എന്ന് പറഞ്ഞാൽ അത് LDF ആണ്. അതുകൊണ്ട് LDFനെ ശക്തിപ്പെടുത്തുക. മാത്രമല്ല, ഈയിടെയായി നേരത്തെ പറഞ്ഞ ചില ദേശീയ രാഷ്ട്രീയ പാർട്ടികളുടെ ശബ്ദവും മോഡി അടക്കമുള്ള സംഘപരിവാറിൻ്റെ ശബ്ദവും ഏറെക്കുറെ ഒരുപോലെ കാണാനും കേൾക്കാനും കഴിയാറുണ്ടായിരുന്നു. അപ്പോൾ ഈ അവരുയർത്തുന്ന ഒരു മതനിരപേക്ഷതയുടെ രാഷ്ട്രീയമുണ്ടല്ലോ, അത് ഉജ്ജ്വലമായി കൊണ്ടാടുവാൻ, ഉജ്ജ്വലമായി അത് നടപ്പിൽ വരുത്തുവാൻ, യാതൊരു ചാഞ്ചല്യമില്ലാതെ പാർലമെൻറ്റിൽ നിൽക്കാൻ ഇടത് ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ അനിവാര്യമാണ് എന്നൊരു തിരിച്ചറിവ് പ്രബുദ്ധ ജനതയ്ക്കിടയിൽ വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, 47 വർഷത്തോളമായി മുസ്ലിം ലീഗ് കുത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു മണ്ഡലം. അവിടേക്ക് പഴയൊരു മുസ്ലിം ലീഗുകാരൻ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നു, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അത് ഏത് വിധത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത്? അത് ചിഹ്നം എന്നുള്ളതൊരു പ്രസക്തിയല്ല, അത്ര നമ്മളെ സംബന്ധിച്ചുള്ള പ്രസക്തി. കാരണം മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബ്, അയാൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് 2004 മത്സരിച്ചത് മദ്രാസ് വെല്ലൂരിൽ നിന്ന് മത്സരിച്ചത് ഉദയസൂര്യൻ ചിഹ്നത്തിലായി, കോണിയിലല്ല മത്സരിച്ചത്. ഉദയസൂര്യൻ അവിടുത്തെ ഘടകകക്ഷിയായ DMKയുടെ ചിഹ്നമാണ്. DMK ചിഹ്നത്തിലാണ് മത്സരിച്ച്, കോണി ചിഹ്നത്തിൽ മത്സരിച്ചില്ല. അത് ചില സാങ്കേതിക കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ജനങ്ങളിൽ കൂടുതൽ സ്വീകാര്യമാകുന്ന ചിഹ്നം എന്നൊക്കെ കണക്കാക്കിയാണ് അങ്ങനെ ഏറ്റെടുത്തത്. ഇവിടെയും അങ്ങനെ തന്നെ ആവാലോ. അപ്പോൾ ചിഹ്നം വന്നത് അത്ര പ്രസക്തമല്ല എന്നുള്ളത് എൻ്റെ പഴയ പാർട്ടിയുടെ നേതാക്കൾ എന്നെ കാണിച്ചു തന്നല്ലോ. പ്രൊഫസർ ഖാദർ മൊയ്തീൻ മത്സരിക്കുമ്പോൾ ചിഹ്നം മാറിയെങ്കിലും അതേ ലീഗുകാരൻ തന്നെയായിരുന്നു. പക്ഷേ താങ്കൾ ചിഹ്നം മാറുമ്പോൾ താങ്കൾ ലീഗുകാരനായിട്ടല്ലോ മത്സരിക്കുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമല്ലേ? അത് ലീഗ് ആവാതിരിക്കുക എന്നുള്ളതൊക്കെ സാങ്കേതികത്വത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഞാൻ ലീഗിൽ നിന്ന് എന്നെ മാറ്റി നിർത്തപ്പെട്ടതാണ്. അല്ലാതെ ചില അനീതിക്കെതിരെയും അഴിമതിക്കെതിരെയും രാഷ്ട്രീയ ഈ മൂല്യച്യുതിയുടെ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടാണല്ലോ ഞാൻ അതിൽ വിപ്ലവം ഉണ്ടാക്കിയത്. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടതാണ്. ലീഗ് എന്നുള്ളത് അതൊരു ആശയത്തിൻ്റെ പ്രശ്നമാണ്. അത് എവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാക്കാം. ഇപ്പോൾ മോഡിയുടെ CAA നിയമം വന്നു, സാദിഖ് അലി തങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയോ ഒന്നും ഇന്ത്യയുടെ പൗരനല്ല എന്ന് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ഇന്ത്യൻ പൗരനാവാതിരിക്കുമോ? അപ്പോൾ അതൊക്കെ സാങ്കേതികത്വത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അതിലൊക്കെ ഒരു വിശകലനം നടത്താൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഇടതുപക്ഷത്തിനകത്തെ ഒരു ലീഗ് ശബ്ദമാണ് കെ.എസ്. ഹംസ എന്നാണ്. അല്ല, അത് മുമ്പ് ഞാൻ ഒരു ഇടതുപക്ഷ അനുഭാവിയാണെന്നും ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണെന്ന അഭിപ്രായം മുമ്പേ ഉണ്ടായിരുന്നു. എൻ്റെ പഞ്ചായത്തിലൊക്കെ അങ്ങനെ ഞങ്ങൾ ഭരണമൊക്കെ ഒരുമിച്ച് നടത്തിയിട്ടുണ്ട്, മുമ്പുണ്ട്. ഞാൻ പഞ്ചായത്ത് ഭരിക്കുന്ന കാലത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണെന്നത് പണ്ടേ പാർട്ടിയിൽ അഭിപ്രായം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ പഞ്ചായത്തിൽ ഞാൻ ഇടതുപക്ഷം ചേർന്ന് പണ്ട് തന്നെ ഭരണം നടത്തിയിട്ടുള്ളത്. 95 മുതൽ ഞങ്ങൾ ഒരുമിച്ച് ഭരിക്കായിരുന്നു അവിടെ. അപ്പോൾ ആ ചിന്താഗതി അഭിപ്രായം ഉണ്ടായിരുന്നു.
ഓക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ഒരു സാമുദായിക രാഷ്ട്രീയ വോട്ട് ബാങ്ക് എന്നുള്ള ഏറ്റവും നിർണായകമാണ്. പ്രത്യേകിച്ച് സമസ്തകളുടെയൊക്കെ വോട്ട് ബാങ്ക് ഈ പൊന്നാനി മണ്ഡലത്തിലേക്ക് ഏറ്റവും നിർണായകമാണ്. അത് ഇടതുപക്ഷത്തിന് അനുകൂലമാവുന്നു എന്നുള്ള വലിയ പ്രചാരണം നടക്കുന്നു. സമസ്തയുടെ നോമിനി ആയിട്ട് ഒരു സ്ഥാനാർത്ഥി മലപ്പുറം ജില്ലയിൽ എവിടെയെങ്കിലും ഉണ്ടാവും എന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. സമസ്തയുടെ നോമിനിയാണോ കെ എസ് ഹംസ? അതൊക്കെ ഒരു നെഗറ്റീവിൻ്റെ വിഷയമാണ്. സത്യത്തിൽ എന്താണോ, സമസ്തയടക്കമുള്ള പല സാംസ്കാരിക സംഘടനകളെയും സംഘടനകളൊക്കെ വിചാരിക്കുന്നത് മതനിരപേക്ഷത രാജ്യത്ത് നിലനിൽക്കണം. അങ്ങനെ വേണമെങ്കിൽ ഇടതുപക്ഷം തൽക്കാലം അതിൻ്റെ ശക്തി കാണിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷം അതിൻ്റേതായ ശക്തി തെളിയിച്ചാൽ മാത്രമാണ് മതനിരപേക്ഷതയ്ക്ക് ചെറിയ പ്രതീക്ഷയെങ്കിലും അത് നിൽക്കുന്നതിന് പ്രതീക്ഷയുള്ളൂ. അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് പോലും ഇനി ഉണ്ടാവുമെന്ന് പറയാൻ വയ്യ. കാരണം കോൺഗ്രസ്സിൽ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ബാബരി പള്ളി പൊളിച്ചെടുത്തുണ്ടാക്കിയ അമ്പലത്തിൻ്റെ വെഞ്ചരിപ്പ് ചടങ്ങിലായിരുന്നാലും, പിന്നെ ഏക സിവിൽ കോഡിൻ്റെ വിഷയത്തിലാണെന്നെങ്കിലും, ഗസയുടെ വിഷയത്തിൽ, പാലസ്തീൻ വിഷയം ഒരുപാടുണ്ട്. അത്തരം വിഷയത്തിലൊക്കെ സമസ്ത അവിടെയൊക്കെയുള്ള സാംസ്കാരിക മതസംഘടനകൾക്ക് ചില അഭിപ്രായങ്ങളുണ്ട്. അവർ ഒരു മതനിരപേക്ഷത കാണുന്നത്. ഇപ്പോൾ യെച്ചൂരി ചടങ്ങിന് ക്ഷണിച്ചപ്പോൾ തന്നെ യെച്ചൂരി പറഞ്ഞു, ചിന്തിക്കേണ്ട കാര്യം പറഞ്ഞില്ല, ഞങ്ങൾ മതനിരപേക്ഷ പാർട്ടിയാണ്, ഇന്ത്യ മതനിരപേക്ഷത ഇഷ്ടപ്പെടുന്ന ജനത, അതുകൊണ്ട് ഞങ്ങൾ അത്തരം പരിപാടിക്കില്ല എന്ന് പറയേണ്ടായി. അപ്പോൾ അത്തരം ചിന്താഗതികൾ വരുമ്പോൾ പല ന്യൂനപക്ഷ സംഘടനകൾ, അത് ക്രൈസ്തവ വിഭാഗത്തിലും അതുണ്ട്. ഈ സമസ്തയിൽ മാത്രമല്ല, മണിപ്പൂർ സംഭവം കഴിഞ്ഞതിന് ശേഷം ക്രൈസ്തവ വിഭാഗത്തിലും ഈ ഒരു ചിന്താഗതി ഉടലെടുത്തിട്ടുണ്ട്. ഒരു മതനിരപേക്ഷത രാജ്യത്ത് നിലനിൽക്കുക, ഇഷ്ടമുള്ള ദൈവത്തിനെ പ്രാർത്ഥിക്കുക, ഇഷ്ടമില്ലാത്തവർക്ക് പ്രാർത്ഥിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും എല്ലാം അടങ്ങുന്ന ഒരു സമൂഹക്രമം ഉണ്ടല്ലോ, ആ സമൂഹക്രമം ഇവിടെ നിലനിന്ന് കാണണം എന്ന് സമസ്തയും മറ്റ് സാംസ്കാരിക സംഘടനകളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവാം. ആ ആഗ്രഹം ഇടതുപക്ഷത്തിന് ഗുണകാര്യം വരും. അത്രേ ഉള്ളൂ. ഇരു സംസ്ഥകളുടെ ഒരു പിന്തുണ ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ? അല്ല, എല്ലാ സംസ്ഥകളുടെയും അതല്ലാത്ത സാംസ്കാരിക സംഘടനകളെയും പിന്തുണ കിട്ടിയിട്ടുണ്ട്. ഒരു വിജയപ്രതീക്ഷ എങ്ങനെ വെക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ? വിജയപ്രതീക്ഷയല്ല, സുനിശ്ചിതമായ വിജയമാണ് ഇവിടെയുള്ളത്, ഇവിടുത്തെ ജനത ഉറപ്പിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി മുന്നോട്ട് പോവുകയാണ് പൊന്നാനിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ എസ് ഹംസ. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണിത്തുവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.